പുതിയ സർക്കാർ കൊള്ളാം എന്നുള്ള കാര്യം സാധാരണക്കാർക്കിടയിൽ നിന്ന് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം റവന്യൂ വകുപ്പിലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ആദ്യഘട്ടങ്ങളിൽ നിറവേറ്റാൻ കഴിഞ്ഞു. പിന്നിടുന്ന ഒരു മാസം അതിനിടയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ഗവൺമെൻറ്റിന് മാറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ്. വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സെക്രട്ടേറിയറ്റ് വരെയുള്ള താലൂക്ക് ഓഫീസായാലും ജില്ലാ കളക്ടറേറ്റ് ആയാലും ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് പരമാവധി നല്ല സേവനം കൊടുക്കുക, ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായിട്ട് നൽകാനുള്ള ശ്രമം നടത്തുക, ഇതൊക്കെയാണ് ആദ്യപടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ അതിനെ കുറച്ചുകൂടി വേഗത്തിലാക്കിക്കൊണ്ട് ഈ സർക്കാരും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അതോടൊപ്പം പുതിയ നവീനമായിട്ടുള്ള പദ്ധതികൾ കൂടി വകുപ്പിൽ നിന്നുണ്ടാകുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ഗവൺമെൻറ്റിൻ്റെ സമീപനം കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാം മാറ്റുക എന്നുള്ളതില്ല. അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങളുള്ളത് ഏറ്റെടുത്തുകൊണ്ട് അകത്ത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലൈൻ തന്നെയാണ് ഞങ്ങൾ പൊതുവെ എല്ലായിടത്തും ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനം അതാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളവും ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ കാലത്ത് ആരംഭിച്ചതാണ്. അതിന് 3-1 ആയിട്ടുള്ളൂ. പക്ഷേ അതുമായി മുന്നോട്ട് പോവുക, അതിൽ ചില പാളിച്ചകളുണ്ട്. ആ പാളിച്ചകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച സമയത്ത് പറഞ്ഞു, വില്ലേജ് ഓഫീസുകളാണെങ്കിലും താലൂക്ക് ഓഫീസുകളാണെങ്കിലും ജില്ലാ കളക്ടറേറ്റുകളാണെങ്കിലും ഇവിടെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആശ്രയ കേന്ദ്രങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ ഓഫീസുകളിലെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ പലപ്പോഴും കൈക്കൂലി നൽകേണ്ടതായിട്ട് കൂടി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ വിജിലൻസ് സംവിധാനം കൃത്യമായി ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി വകുപ്പിൽ നിന്ന് തന്നെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അതിനകത്ത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ ഒക്കില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും അത്തരത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരായാലും ശക്തമായ നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്ന് 3 മേഖല വിജിലൻസ് ഓഫീസുകൾ, സോണൽ ഓഫീസുകളുണ്ട്. അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് പരമാവധി ജനങ്ങൾക്ക് സേവനം നൽകാനുള്ള ശ്രമം ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടാക്കിയെടുക്കും. ആരെങ്കിലും അതിൽ വീഴ്ച വരുത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിജിലൻസിനെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തും. ആ രീതിയിലൊക്കെ തന്നെ ഏറ്റവും ലളിതമായി സംശുദ്ധമായ ഒരു സർവീസ് റവന്യൂ വകുപ്പിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശം താഴെ തട്ട് വരെ എത്തിക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അഴിമതി എന്നുള്ളത് ഒരു രീതിയിലും വെച്ച് പുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.